മാർച്ച് 27-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് വാട്ടർ കൺസർവേഷനുമായി ബന്ധപ്പെട്ട പോളിസികളുമായി ബന്ധപ്പെട്ട മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണിത് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ വേൾഡ് വാട്ടർ ഡേ, ലോക ജലദിനം എന്ന് പറയുന്നത് മാർച്ച് 22 അപ്പോൾ ഈ ഒരു ദിവസം പ്രധാനമന്ത്രി വെള്ളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, വാട്ടറിനെ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് അതിനെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്റ്റീവ് ആക്ഷനെ കുറിച്ച്, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് ജലശക്തി അഭിയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാച്ച് ദ റെയിൻ 2025 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. കൂടുതൽ ആൾക്കാരെ ഈ ഒരു വാട്ടർ കൺസർവേഷനിൽ, പ്രത്യേകിച്ച് വിവിധ കമ്മ്യൂണിറ്റികളെ വാട്ടർ കൺസർവേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യുന്ന രീതിയിലുള്ള പോളിസികൾ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. വെള്ളത്തെ കൃത്യമായിട്ട് എഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും അതിനെ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രാക്ടീസുകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവർ നിലവിൽ തുടർന്നുകൊണ്ടിരുന്നു പോകുന്ന നല്ല പ്രാക്ടീസുകളെ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ട്. അതുപോലെ തന്നെ വാട്ടർ യൂസർ അസോസിയേഷൻസ് ഉണ്ട്. അതായത് വാട്ടർ യൂസർ അസോസിയേഷൻ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അസോസിയേഷൻസ് ആണ്. ഈ ഒരു അസോസിയേഷൻസിന് നിലവിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോള് മാത്രമേ ഉള്ളൂ, ഈവൻ ദോ അവർ ഇറിഗേഷൻ സിസ്റ്റംസ് ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസും ഈ ഒരു എൻവയോൺമെന്റൽ ക്രൈസിസ് കാരണം വളരെയധികം പ്രശ്നത്തിൽ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാട്ടർ യൂസർ അതോറിറ്റീസിനെ കൂടുതൽ ഇൻവോൾവ്മെന്റിലേക്ക് വരുത്തുക, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെള്ളത്തെ സംബന്ധിച്ചുള്ള പോളിസികളെല്ലാം തന്നെ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലെ വാട്ടർ യൂസർ അതോറിറ്റീസും അതേപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസും അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ട് ഇത്തരത്തിൽ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നിലവിലുള്ള വാട്ടർ മാനേജ്മെന്റ് പോളിസികൾ എല്ലാം തന്നെ ഫ്രാഗ്മെന്റ് ആണ്. പല സംസ്ഥാനങ്ങളിലും പല പോളിസികളുണ്ട്. അതിനെല്ലാം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളവും ലാൻഡും ഫോറസ്റ്റും ബയോഡൈവേഴ്സിറ്റി എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ഇന്റർ ഡിപ്പെൻഡഡ് ആണ്. സോ ഇവയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുപോകുക. റൂറൽ കമ്മ്യൂണിറ്റീസിനെ, പ്രത്യേകിച്ചും വെസ്റ്റേൺ ഇന്ത്യയിലൊക്കെയുള്ള റൂറൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഒറാൻസ് അല്ലെങ്കിൽ സാക്രഡ് ഗ്രൂവ്, കാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യകതയൊക്കെ പറയാനുണ്ട്. അപ്പം കേരളത്തിൽ നിങ്ങൾക്ക് കാവുകൾ കാണാൻ വേണ്ടിയിട്ടും ഇവ വാട്ടർ കൺസർവേഷൻ ഒക്കെ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നവയാണ്. കാരണം മരങ്ങളും മറ്റുമൊക്കെ വെള്ളം ഒലിഞ്ഞു പോകുന്നത് തടയാൻ സഹായിക്കുകയും ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതേസമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള സാഹചര്യങ്ങളും ഇന്ത്യയുടെ വാട്ടർ ചാലഞ്ചസിനെ കുറച്ചുകൂടി വേഴ്സൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്ടർ ഗ്യാപ്പ്, അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെ ഇത് സീരിയസ് ആയിട്ട് ബാധിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള വാട്ടർ സിസ്റ്റം, കാലാവസ്ഥയ്ക്ക് അനുസൃതമല്ലാത്ത കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനോട് റെസിലിയൻ്റ് ആയിട്ടുള്ള വാട്ടർ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്കോസിസ്റ്റം റെസിലിയൻസും വാട്ടർ ഷോർട്ടേജിനെയും അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റുകൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റെപ്പായിട്ട് പറയുന്നതായിട്ടുള്ളത്. അതായത് കമ്മ്യൂണിറ്റികളെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ലോക്കൽ കമ്മ്യൂണിറ്റികളെ അതുവഴി വെള്ളത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി പ്രാക്ടീസുകളുടെ മേലെ നിലവിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ആദ്യം ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാട്ടർ കൺസർവേഷൻ മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ബിൽഡിങ്ങും കൂടി, ട്രെയിനിങ്ങുകളും മറ്റുമൊക്കെ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്, UN-ന്റെ ആമുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഇപ്പോൾ USAID പോലുള്ള പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ US പിറകോട്ട് പോവുകയാണ്. അപ്പോൾ US അതിൻ്റെ സോഫ്റ്റ് പവറിൽ നിന്നും പിറകോട്ട് പോകുന്നത് എങ്ങനെയാണ് ലോകക്രമത്തെ ബാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ? സാധാരണ ഒരു രാജ്യം അവരുടെ ആധിപത്യം ഉറപ്പുവരുത്താൻ മിലിറ്ററി ഒക്കെ ഉപയോഗിച്ചാണ് അല്ലെ, അവരുടെ മിലിറ്ററി അല്ലെങ്കിൽ അവരുടെ ആർമഡ് ഫോഴ്സുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരവരുടെ ആധിപത്യം കാണിക്കുന്നത്. ഇതിനെ നമുക്ക് ഹാർഡ് പവർ എന്ന് പറയാൻ വേണ്ടി വരും. അതേ സമയത്ത് ഈ ഹാർഡ് പവർ അല്ലാതെ സോഫ്റ്റ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മറ്റ് രാജ്യങ്ങളെ ആകർഷിക്കാനും അവയെ സ്വാധീനിക്കാനും കഴിവുള്ള മറ്റ് രീതികളിലൂടെ ചെയ്യുക എന്നുള്ളതാണ്, റാദർ ദാൻ മിലിറ്ററി ഫോഴ്സ് എന്നതാണ്. ഇപ്പോൾ USA ഇത് ഹിസ്റ്റോറിക്കലി ചെയ്യുന്നുണ്ട്. വിവിധ രാജ്യങ്ങളുമായിട്ട് അലയൻസുകൾ ഫോം ചെയ്യുക, രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ബന്ധം മെച്ചപ്പെടുത്തുക, എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ സപ്പോർട്ട് ചെയ്യുക, ഇമിഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുക, ഫോറിൻ എയ്ഡുകൾ വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകുക, അതുവഴി രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക. അതുവഴി ആ ഒരു സോഫ്റ്റ് പവറിലൂടെ അമേരിക്കയുടെ താല്പര്യങ്ങൾ
നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടൈമിൽ വന്നതോട് കൂടിയിട്ട് അദ്ദേഹം വിവിധ തരത്തിൽ ഫോറിൻ പോളിസിയിൽ വലിയ മാറ്റങ്ങളാണ് കാണുന്നതായിട്ടുള്ളത്. അദ്ദേഹം യുഎസിന്റെ ഈ ഒരു സോഫ്റ്റ് പവറിനെ വീക്കം ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ്. അപ്പോൾ സോഫ്റ്റ് പവർ അമേരിക്കയുടെ എന്ന് വെച്ചാൽ ഇന്ന് ത്രെട്ടിലാണ്. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പല ഇത്തരത്തിലുള്ള സോഫ്റ്റ് പവർ എക്സേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളിൽ നിന്നും പിന്മാറുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് യുഎസ് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകളിൽ നിന്ന് മാറിക്കൊണ്ട് ലോകരാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരു പവർഫുൾ കൺട്രി ആയിട്ട് നിൽക്കുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് മെല്ലെ മെല്ലെ അമേരിക്കയുടെ ആ ഒരു ഗ്ലോബൽ അപ്പീൽ ഡിമിനിഷ് ചെയ്യാണ് എന്നാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നിട്ടുള്ളത്. ഇപ്പൊ ജോസഫ് നൈ എന്ന് പറയുന്ന ഒരു സ്കോളർ, അദ്ദേഹം സോഫ്റ്റ് പവറിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് യുഎസ് ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു വേൾഡ് ലീഡർ എന്ന രീതിയിലുള്ള യുഎസിന്റെ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഭാവിയിൽ എന്നാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. അടുത്തത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി GST ഫ്രെയിംവർക്ക് റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മിനിസ്ട്രിയോട് ആവശ്യപ്പെടുന്നത് ഓർത്തുക. അപ്പൊ എന്താണ് GSTയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്ന് നോക്കാം. അപ്പൊ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഈ ഒരു GST എന്ന് പറയുന്ന പ്രോസസ്സിനെ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും ഈ ടാക്സ് പേയേഴ്സിന് കംപ്ലൈന്റ് വളരെ വേഗത്തിൽ അത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം റിട്ടേൺ ഈ ഒരു GST സ്ഥാപനങ്ങൾ GST ഫയൽ ചെയ്യുന്ന സമയം അവർ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതാണ്. ഈ റിട്ടേൺ ഫയൽ ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഒരുപാട് ഫോമുകളും മറ്റുമൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് അതിനെ എത്രമാത്രം കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം ചുരുക്കാൻ പറ്റുമോ അത്രയും ചുരുക്കുന്നതിനാണ് ഈ ഒരു PAC ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ടയേർഡ് ആയിട്ടുള്ള കോംപ്ലയൻസ് അപ്രോച്ച് ഫോളോ ചെയ്യുക. അതായത് ചെറിയ ചെറിയ ബിസിനസ്സുകൾക്ക് പ്രോസസ്സുകളെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ സ്ഥാപനങ്ങളും അവരുടെ വലിപ്പത്തിനനുസരിച്ചുള്ള കോംപ്ലയൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ PAC ഫിനാൻസ് മിനിസ്ട്രിയോട് ജിയുമായി ബന്ധപ്പെട്ടുള്ള GST പോർട്ടൽ റിവൈസ് ചെയ്യാം, ഇംപ്രൂവൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് ഫില്ല് ചെയ്യുന്ന സമയത്തും മറ്റുമൊക്കെ ഒരുപാട് സപ്പോർട്ട് നൽകുന്ന രീതിയിലേക്ക് മോഡിഫൈ ചെയ്യുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ തുടർച്ചയായിട്ട് റീവാംപ്ഡ് ആയിട്ടുള്ള GST 2.0 ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കൃത്യമായിട്ട് ടാക്സ് കളക്ഷൻ അടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പറ്റും എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. ഈ ഒരു കമ്മിറ്റി പ്രധാനമായിട്ടും ഈ ഒരു അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ആരെങ്കിലും GST ഫയലിംഗ് ചെയ്യുമ്പോൾ മനഃപൂർവ്വമല്ലാതെ മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ അതിന് വലിയ പെനാൽറ്റീസ് നൽകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യേണ്ട, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബയോമെട്രിക് ബേസ്ഡ് ആയിട്ടുള്ള ആധാർ ഓതന്റിഫിക്കേഷൻ ചെയ്തിട്ട് മാത്രമേ ഈ ഒരു GSTയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. രജിസ്ട്രേഷൻ പ്രോസസ്സിലും മറ്റുമൊക്കെ അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ ബയോമെട്രിക് ആധാർ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ PAC ആധുനിക ടെക്നോളജീസ്, ഡാറ്റ അനലിറ്റിക്സ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് GST റവന്യൂ ഒക്കെ ബെറ്റർ ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ രാജ്യത്ത് ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് റവന്യൂല് GST റവന്യൂലൊക്കെ കുറവ് വരുന്നുണ്ട്. അതിനെയും കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറെ കൂടി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലുള്ള റീഫണ്ട് പ്രോസസ്സുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും GSTയോട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതി ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം കൊണ്ടുവരേണ്ടതായിട്ട് റീഫണ്ട് ഇഷ്യൂസ് ഒക്കെ തന്നെ വളരെ വേഗത്തിൽ സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി GST ഫ്രെയിംവർക്ക് MSMEs, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസുകൾക്ക് MSME സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള GST ഫ്രെയിംവർക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ഫില്ലിംഗ് ഫ്രീക്വൻസി കുറയ്ക്കുക, അതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുകൂടി സജഷൻ വന്നിട്ടുണ്ട് എന്ന് ഓർക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ HAL നിർമ്മിക്കുന്ന തേജസ് MK1 എയർക്രാഫ്റ്റിന്റെ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ടാണ് GE എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനി അതിനാവശ്യമായിട്ടുള്ള ജെറ്റ് എൻജിൻസ് ഡെലിവറി ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു തേജസ് MK1, എന്താണ് വാർത്ത എന്നുള്ളത്. GE എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനി ആണ് ഈ ഒരു F404 IN-20 എഞ്ചിൻസ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് വേണ്ടി നൽകുന്നത്. HAL ആണ് തേജസ് MK1 ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടാക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എഞ്ചിൻ ഡെലിവറി ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിന്റെ പ്രോഗ്രസ് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ പറ്റും എന്നാണ് കരുതുന്നത്. അപ്പൊ 12 എഞ്ചിനുകൾ ഈ ഒരു വർഷം അവസാനത്തിനുള്ളിൽ വരും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അടുത്ത ഫസ്റ്റ് എഞ്ചിൻ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ വരും എന്നൊക്കെയാണ് കണക്കാക്കുന്നത്. ഓർത്തു വെക്കുക, ഈ ഒരു ജനറൽ എഞ്ചിൻ GE എന്ന് പറയുന്ന സ്ഥാപനം അവര് COVID-19 ശേഷം ഈ ഒരു എഞ്ചിൻ നിർമ്മാണം റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു എഞ്ചിൻസ് വരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ HAL 12 തേജസ് MK1
ജെറ്റുകൾ ഈ വർഷത്തോടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 24 ജെറ്റുകൾ ഒരു വർഷം എന്ന രീതിയിൽ അടുത്ത വർഷം മുതൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സപ്ലൈ ചെയിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, റോ മെറ്റീരിയൽ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. 87 തേജസ് MK1 ജെറ്റുകൾ 3-3.5 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ നേവിക്കൊക്കെ കൊടുക്കും എന്നാണ് HAL പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കാം. ഇതിൽ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് MK1A എന്ന് പറയുന്നത് 1984 നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന പേരിൽ ഒരു റിസർച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ ഒരു പ്രോഗ്രാമിനെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ട് LCA തേജസ് ഡിസൈൻ ചെയ്യുകയും അത് ഇന്ത്യയുടെ HAL ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർത്തു വെക്കുക. ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന MiG-21 ഫൈറ്റർ ജെറ്റുകളെ ഗ്രാജുവലി റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു LCAs അല്ലെങ്കിൽ തേജസ് എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. 2003 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിൽ തേജസ് എന്ന് പേര് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇപ്പൊ സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകളിൽ, അതായത് HAL ഡെവലപ്പ് ചെയ്ത സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകളിൽ രണ്ടാമത്തേതാണ് തേജസ് MK1 എന്നത്. ഫസ്റ്റ് സൂപ്പർസോണിക് ജെറ്റ് എന്ന് പറയുന്നത് മാരുത് എന്ന് പറയുന്ന ഒരു വിമാനമായിരുന്നു എന്ന് ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ ഇത് തേജസ് എന്ന് പറയുന്നത് സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ്. ഇത് വലിപ്പം സ്മോളസ്റ്റ് ആണ്, അതുപോലെ തന്നെ ലൈറ്റസ്റ്റുമാണ്, വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിയിലുള്ള സൂപ്പർസോണിക് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമാണ് ഈ ഒരു തേജസ് MK1 എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ ഇത് എയർ ടു എയർ, എയർ ടു സർഫസ്, പ്രിസിഷൻ ഗൈഡഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഓഫ് വെപ്പൺറി ഒക്കെയുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് എന്നുകൂടി ഓർത്തു വെക്കുക. ഇതിന് സിംഗിൾ എഞ്ചിൻ ആണ്, കോമ്പൗണ്ട് ഡെൽറ്റ വിങ് ആണുള്ളത്. അതുപോലെ തന്നെ ഇതിന് ടെയിൽലെസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു LCAs അല്ലെങ്കിൽ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള എയറോസ്പേസ് കാപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. 1970-കളിൽ MiG-21 പ്ലെയിൻസ് ആയിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഇത് മെല്ലെ മെല്ലെ മാറിയിട്ട് ഏജിങ് ചെയ്യുന്ന MiG-ന് മാറ്റിയിട്ട് അവിടെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് ഇൻഡിജിനസ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ഏവിയേഷൻ ക്യാപ്പബിലിറ്റി, നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അപ്പോൾ HALന്റെ കണക്കുകൂടാൻ 2024-25 123ഓളം തേജസ് എയർക്രാഫ്റ്റുകൾ ലോഞ്ച് ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ എക്സ്റ്റെൻഡ് ആയി പോയി എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത മജോറാണ 1 എന്ന് പറയുന്ന ചിപ്പിനെ കുറിച്ചിട്ടാണ്. ഇതെങ്ങനെയാണ് ന്യൂട്രിനോ റിസർച്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു മജോറാണ 1 എന്ന് പറയുന്നതായിട്ടുള്ളത്. മൈക്രോസോഫ്റ്റിന്റെ ഒരു ക്വാണ്ടം ചിപ്പാണ്, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചിപ്പാണ് മജോറാണ 1 എന്ന് പറയുന്നതായിട്ടുള്ളത്. അത് ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അതായത് ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ചിപ്പാണിത് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ മജോറാണ എന്ന് പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ പേരിൽ നിന്നാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് ഇത്തരത്തിലുള്ള ഒരു പേര് ഈ ഒരു ചിപ്പിന് നൽകിയിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കുക. ഈ ഒരു മജോറാണ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് സ്വന്തമായിട്ട് ആന്റി പാർട്ടിക്കിൾസ് ഇല്ല എന്നുള്ളതാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതന്നെ. അപ്പോൾ ഓർത്തു വെക്കുക, ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടെ മജോറാണ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. നമ്മളുടെ സാധാരണ പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിളുകളിൽ ഒന്നാണ് മജോറാണ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇതിനെ ഒരു ഫെർമിയോൺ എന്ന രീതിയിൽ ആ ഒരു ഗ്രൂപ്പിന്റെ പരിധിയിൽ പെടുത്തി വിളിക്കാൻ വേണ്ടി പറ്റും. മറ്റ് ഫെർമിയോൺസ് ആണ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ. പക്ഷേ ഈ ഒരു മജോറാണ പാർട്ടിക്കിൾസിന് അവർക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആന്റി മാറ്റർ ഇല്ല എന്ന് ഓർക്കുക. അതായത് ഇതിന്റെ അതേ മാസ് ഉള്ള, അതേ സമയത്ത് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ ആന്റി മാറ്റർ എന്ന് വിളിക്കുന്നത്. തിയററ്റിക്കലി കണക്കാക്കുന്നതാണ്. എന്നാൽ ഈ മജോറാണ പാർട്ടിക്കിൾസിനെ ആന്റി മാറ്റർ ഇല്ല. ഉദാഹരണത്തിന് ഇലക്ട്രോണിന്റെ ആന്റി മാറ്ററോണെയാണ് പോസിട്രോൺ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ഒരു മജോറാണ പാർട്ടിക്കിൾസിനെ ആന്റി പാർട്ടിക്കിൾ ഇല്ല എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസ്, അതായത് മജോറാണ പോലുള്ള പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലും ഒക്കെ വലിയ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള റിസർച്ചുകൾക്കും ഡെവലപ്മെന്റിനും കാരണമാകും. അതുകൊണ്ടാണ് ഈ ഒരു പേര് മജോറാണ എന്ന പേര് ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ന്യൂട്രിനോസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിലും ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഒക്കെ സഹായിക്കും. ഈ ന്യൂട്രിനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ഭൂമിയിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്നതിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ടുള്ള സബ് പാർട്ടിക്കിൾ ആണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. പ്രകാശത്തിനെയാണ് ഫോട്ടോൺ എന്ന് പറയുന്നതായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ സെക്കൻഡിൽ ഹയസ്റ്റ് ആയിട്ട് കാണുന്നതാണ് ന്യൂട്രിനോസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ന്യൂട്രിനോസ് വിവിധ ആസ്ട്രോഫിസിക്കൽ പ്രോസസ്സുകളിൽ, ഉദാഹരണത്തിന് ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോസ്മിക് റേയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എർത്തിന്റെ അറ്റ്മോസ്ഫിയറായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ന്യൂട്രിനോസ് ഡെവലപ്പ് ചെയ്യും. ഇതുപോലെ നക്ഷത്രങ്ങളിലും ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിന്റെ സമയത്തും ന്യൂട്രിനോസിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂട്രിനോസ് ഇത്രയും അബണ്ടന്റ് ആണെങ്കിൽ പോലും അതിനെ ഡിറ്റക്ട് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അവർ മാറ്ററുമായിട്ട് വളരെ റെയർ ആയിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രിനോസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ അന്റാർട്ടിക്കയുടെ സബ് ഗ്ലേഷ്യൽ ലാൻഡ്സ്കേപ്പ്, അതായത് മഞ്ഞ് ഒഴിവാക്കിയ ശേഷമുള്ള ആ ഒരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയ ബെഡ് മാപ്പ് ഓഫ് അന്റാർട്ടിക്ക എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിട്ടായിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെഡ് മാപ്പ് 3 എന്ന് പറയുന്നതായിട്ടുള്ളത് അന്റാർട്ടിക്കയുടെ ലാൻഡ്സ്കേപ്പിനെ, പ്രത്യേകിച്ചും ഐസ് ഷീറ്റിന് താഴെയുള്ള അന്റാർട്ടിക്കയെ കാണിക്കുന്ന വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു മാപ്പ് ആണെന്ന് ഓർക്കുക. നേരത്തെ ബെഡ് മാപ്പ് 2 ഉണ്ടായിരുന്നു, അതിനെ ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ബെഡ് മാപ്പ് 3 വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ 84 ന്യൂ ജിയോഫിസിക്കൽ സർവേസ് 52 മില്യൺ ഡാറ്റാ പോയിന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഡാറ്റ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു മാപ്പിൽ മേജർ മൗണ്ടെയിൻ റേഞ്ചസ് കാണിക്കുന്നുണ്ട്, ഈസ്റ്റ് അന്റാർട്ടിക്കൻ ഡീപ്പ് ഇന്റീരിയർ പോർഷൻ കാണിക്കുന്നുണ്ട്, അന്റാർട്ടിക് പെനിൻസുലയും കാണിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. അപ്പൊ അന്റാർട്ടിക്ക, ഐസ് ഇല്ലാത്ത അന്റാർട്ടിക്കയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മാപ്പ് സഹായിക്കും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പൊ ബെഡ് മാപ്പ് 3 എന്ന് പറയുന്നത് അന്റാർട്ടിക്കയുടെ ഐസിന്റെ തിക്നെസ് ആവറേജ് 4.7 കിലോമീറ്റർ വരെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള കാനിയൻ ആയിട്ടുള്ള ബിൽക്കസ് ഐലാൻഡിലാണ് ഈ ഒരു പ്രദേശം കാണുന്നത് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. ആവറേജ് ഐസിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.9 കിലോമീറ്റർ ആണ്. മാക്സിമം തിക്നെസ് 4.7 കിലോമീറ്റർ ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു അന്റാർട്ടിക്കയുടെ ഐസ് ഷീറ്റുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും നേരത്തെ കരുതിയതിനേക്കാൾ കൂടുതൽ ഐസ് ഷീറ്റുകൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം മെൽറ്റഡ് ആവുകയാണെങ്കിൽ അത് നദികളിലെ ജലനിരപ്പ് ഉയരുകയും വളരെയധികം വൾണറബിലിറ്റി ഉണ്ട് എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പൊ ഈ ഒരു മെൽറ്റിങ്ങിനെ കുറിച്ചും മറ്റുമൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു ഗ്ലോബൽ സീ ലെവൽ റൈസിന് ഇത് കാരണമാകും. ഐസ് ഷീറ്റുകൾ ഭൂമിയുടെ സീ ലെവൽ റൈസ് ചെയ്യുന്നതിനും ഒക്കെ കാരണമാകും എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ബെഡ് മാപ്പ് 3 സയന്റിസ്റ്റുകളെ, പ്രത്യേകിച്ചും ഐസ് ഷീറ്റുകളും ബെഡ് റോക്കും തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ടെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫ്യൂച്ചർ ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ഈ ഒരു ഐസ് ഷീറ്റുകളെ ബാധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ഭാവിയിൽ എത്ര വേഗത്തിലാണ് ഐസ് ഷീറ്റുകൾ മെൽറ്റ് ആവുക എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റഡീസ് വളരെ ഹെൽപ്ഫുൾ ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂണിനെ ബാധിക്കുന്നതാണ് ക്ലൗഡ് ബാൻഡ് എന്നാണ് ഓതർ ഇവിടെ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താണ് ക്ലൗഡ് ബാൻഡ്, ഇതെങ്ങനെയാണ് മൺസൂണിനെ, മഴയെ സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നടത്തിയുള്ള ഒരു സ്റ്റഡിയിലാണ് മൺസൂൺ ക്ലൗഡ് ബാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മഴയുടെ മൂവ്മെന്റിനെയും അതിന്റെ ഇന്റൻസിറ്റിയും ഒക്കെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താ ഈ ക്ലൗഡ് ബാൻഡ് എന്ന് പറയുന്നത്? ക്ലൗഡ് ബാൻഡ് എന്ന് വെച്ചാൽ വലിയൊരു മേഘം എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്ലൗഡ് ഫോർമേഷൻ ആണ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ നീളം വളരെ കൂടുതലായിരിക്കണം വീതിയേക്കാൾ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ ഏകദേശം 4:1 ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണെന്ന് കൂടി ഓർത്തുവെക്കാം. അപ്പൊ ഇവിടെ മൺസൂൺ ബാൻഡുകളെ, ഈ ക്ലൗഡ് ബാൻഡുകൾ എങ്ങനെയാണ് മൺസൂണിനെ സ്വാധീനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്ലൗഡ് ബാൻഡുകൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഈ ഒരു ഇക്വറ്റോറിയൽ ആയിട്ടുള്ള ക്ലൗഡ് ബാൻഡുകൾ മാത്രമാണ് ക്ലൗഡ് ഫോം ചെയ്തിട്ട് മെല്ലെ മെല്ലെ നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ക്ലൗഡ് ബാൻഡുകളാണ് ഇന്ത്യയിൽ വെറ്റ് സ്പെല്ലുകൾ ഉണ്ടാക്കുന്നത്, മഴ ഉണ്ടാക്കാൻ കാരണമാകുന്നതായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ക്ലൗഡ് ബാൻഡുകൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവയ്ക്ക് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീക്ക് ബാൻഡ് കാര്യമായിട്ടുള്ള മഴ നൽകില്ല എന്നതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് എത്രമാത്രം മഴ പെയ്യുന്നുണ്ട്, വെറ്റ് സ്പെൽ എത്രമാത്രം ഉണ്ടാവുന്നു എന്നുള്ളത് ആ ഒരു ക്ലൗഡ് ബാൻഡിന്റെ സൈസിനും അതിന്റെ സ്ട്രെങ്ത്തിനും അനുസരിച്ചാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നാണ് ബോറിയൽ സമ്മർ ഇൻട്രാ സീസണൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. ബോറിയൽ സമ്മർ
ഇൻട്രാ സീസണൽ ഓസിലേഷൻ BSISO എന്ന് വിളിക്കും. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൺസൂൺ മഴയെയും മറ്റുമൊക്കെ ഡ്രൈ സ്പെല്ലിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ്. ഇതെന്താ കാണിക്കുന്നത് വെച്ചാൽ ഈ ക്ലൗഡ് ബാൻഡുകൾ ഇക്വേറ്ററിൽ നിന്നും ഇന്ത്യൻ സബ് കോണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറയാൻ വേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് വെസ്റ്റേൺ പസഫിക് ഓഷ്യനിലേക്ക് ഒരു കൺവെക്ഷൻ കറണ്ട് രൂപപ്പെടുന്നതാണ്. അപ്പോൾ മൺസൂൺ സീസണിൽ ഏകദേശം 10-15 ദിവസത്തിനിടയിലായിട്ട് ഈ ഒരു ബോറിയൽ സമ്മർ ഇൻട്രാ സീസണൽ ഓസിലേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കൂടാതെ എയറും സീയും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഇക്വറ്റോറിയൽ ഇന്ത്യൻ ഓഷ്യനിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കടലിലേക്കുള്ള മോയ്സ്ചറിന്റെ അന്തരീക്ഷത്തിലേക്ക് മോയ്സ്ചർ നൽകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിൻഡിന്റെ സ്ട്രെങ്ത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ മൺസൂണിനെ ഇന്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമുക്കറിയാം അന്തരീക്ഷത്തിൽ ചൂട് കൂടിയിട്ടുണ്ട്. വാർമർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഇത് കൂടുതൽ മോയ്സ്ചറിനെ അന്തരീക്ഷത്തിലേക്ക് സപ്ലൈ ചെയ്യും. ചൂട് കൂടുതലാകുമ്പോൾ കൂടുതൽ ജലാംശം നീരാവിയായി പോകും. ഇത് മഴ വർദ്ധിക്കുന്നതിന് കാരണമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറ്റ് സ്പെല്ലുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 42% നിന്ന് 63% വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ സീസണൽ ആയിട്ടുള്ള മഴയെക്കുറിച്ചും സബ് സീസണൽ മൺസൂണിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു മോഡൽ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇക്വലൈസേഷൻ ലെവിയുമായി ബന്ധപ്പെട്ടതാണ്. ഗൂഗിൾ അതുപോലെ മെറ്റ തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ മേലിൽ ചുമത്തിയിട്ടുള്ള ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് ഇക്വലൈസേഷൻ ലെവി എന്ന് പറയുന്നത്. ഇതിനെ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇക്വലൈസേഷൻ ലെവി എന്ന് പറയുന്നത് ഗൂഗിൾ അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ മെറ്റ ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെയാണ് അവരെ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി നൽകുന്ന അഡ്വർടൈസ്മെന്റിന്റെ മേലെ ചുമത്തിയിട്ടുള്ള ഒരു നികുതി ആയിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കുന്നതിന്. അപ്പോൾ 2016 ഇത്തരം കമ്പനികൾക്ക് നേരെ ഒരു നികുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫോറിൻ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡേഴ്സിന് കോമൺ ആയിട്ടാണ് നിയമം കൊണ്ടുവന്നിട്ട് അവർ ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന നികുതിക്ക് ടാക്സ് നൽകേണ്ടതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫെയർ ആയിട്ടുള്ള ടാക്സേഷൻ ആണ് നടക്കുന്നത് എല്ലാ ബിസിനസ്സുകൾക്കും എന്ന രീതിയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും ഈ സ്ഥാപനങ്ങളൊന്നും ഇന്ത്യയിൽ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈക്വലൈസേഷൻ ലെവി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻ പ്ലാൻസും ഈ ഒരു ടാക്സ് അവോയ്ഡൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എപ്പോഴാണ് ടാക്സ് പിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേയ്മെന്റ് നോൺ റെസിഡന്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡർ ആണ് ഇന്ത്യയിൽ ഒരു പേയ്മെന്റ് സർവീസ് നൽകുന്നതെങ്കിൽ അതിന് ഈക്വലൈസേഷൻ ലെവി നൽകേണ്ടതായിട്ടുണ്ട്. ആനുവൽ പേയ്മെന്റ് ഒരു സിംഗിൾ പ്രൊവൈഡർ എന്നുള്ള ആനുവൽ പേയ്മെന്റ് 1 ലക്ഷത്തിന് മേലെയാണെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെങ്കിലും എന്ത് നൽകേണ്ടതായിട്ടുണ്ട്? ഈക്വലൈസേഷൻ ലെവി നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺലൈൻ ആഡ്സിന് 6% 2020 ഇത് ഡിജിറ്റൽ സർവീസസിനും ഇ കൊമേഴ്സിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 2024 അത് അബോളിഷ് ചെയ്തു. ഇപ്പോൾ ഈക്വലൈസേഷൻ ലെവിയും അബോളിഷ് ചെയ്തു എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യ കുറച്ച് ഇലക്ട്രിക് ഐറ്റംസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഈ ഒരു ടാക്സുകൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. കൃത്യമായിട്ട് ഇന്ത്യക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒരു സപ്ലയറെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് ഇവിടെ എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ബോബ്ഡെയുടെ വീട്ടിൽ നിന്നും ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് ബോബ്ഡെയുടെ വീട്ടിൽ നിന്നും പണക്കെട്ട് കണ്ടെത്തിയതിന്റെ തുടർച്ചയായിട്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊളീജിയൽ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ നമ്മൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ഇത്രയുമാണ് ഇന്നേ ദിവസം മനസ്സിലാക്കാനുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓൾ ദി ബെസ്റ്റ്.